ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് മാക്ക് ആൻഡ് ചീസ് ആണ് കേട്ടോ. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള മക്രോണി എടുത്ത് ബോയിൽ ചെയ്ത് എടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചീസ്, ചെഡർ, മൈദ, പെപ്പർ, ചില്ലി ഫ്ലേക്സ്, ഒറിഗാനോ, പിന്നെ ഗാർലിക്ക്, ഒണിയൻ പൗഡറും ബട്ടർ, പിന്നെ മിൽക്ക്. അതിലേക്ക് നമുക്കൊരു പാൻ എടുത്ത് വെക്കാം. എന്നിട്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ നന്നായിട്ട് മെൽറ്റായി വരുമ്പോഴേക്കും നമുക്ക് 2 ടേബിൾ സ്പൂൺ മൈദയും കൂടി ഇട്ട് കൊടുക്കാം. ബട്ടർ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് 2 ടേബിൾ സ്പൂണും കൂടെ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബട്ടറിലേക്ക് നമുക്ക് നന്നായിട്ട് മൈദ മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പതയൊക്കെ വരുമ്പോഴേക്കും നമുക്ക് ഇതിട്ട് കൊടുക്കാം. 1 കപ്പ് മിൽക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കുറച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ല തിക്കായിട്ട് എടുക്കാം കേട്ടോ അത്. ഓക്കെ, ഇതിലൊരു യെല്ലോയിഷ് കളറുണ്ട്. അത് ഞാൻ ഈ വെജിറ്റബിൾ ബട്ടറാണ് ഇട്ടേക്കുന്നത്, അതുകൊണ്ട് ഒരു യെല്ലോയിഷ് കളറാണ് വരുന്നത്. ഓക്കെ, നമുക്ക് ലൈറ്റ് സിമ്മിലാക്കി വെച്ചാൽ മതി കേട്ടോ അടപ്പ്. കുറച്ച് പാലും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഉടച്ചെടുത്ത് മിക്സ് ചെയ്യാം. നല്ല തിക്കായിട്ട് വരും. ഓക്കെ, നല്ലോണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ തിക്കായിട്ട് വരുന്നുണ്ട്. ഞാൻ ആവശ്യത്തിന് മിൽക്കും കൂടി ആഡ് ഓൺ ചെയ്തിട്ട് ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്പൈസസും ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ചെഡറും ചീസും കൂടി ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ നെക്സ്റ്റ് എന്ന് ചോദിച്ചാൽ ബോയിൽ ചെയ്ത് വെച്ചേക്കുന്ന മക്രോണി എടുത്ത് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യുക. കുറച്ച് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്താൽ മതിയേ. നല്ലോണം ബോയിൽ ചെയ്ത് വെച്ച് വെള്ളം ഊറ്റിയെടുത്തേക്കുന്നതാണ് കേട്ടോ. അത് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല തിക്കായിട്ട് നമുക്ക് കിട്ടണം. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് നല്ലോണം യോജിപ്പിച്ച് ജസ്റ്റ് ഒന്ന് ബോയിലായി വരുമ്പോഴേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഓക്കെ, ഇത് കണ്ടോ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് സോൾട്ടും കൂടെ ആഡ് ചെയ്യാം. ഞാൻ ബോയിൽ ചെയ്തപ്പോൾ ഓൾറെഡി കുറച്ച് സോൾട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ബേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പാത്രത്തിലിട്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മീതിയിലേക്ക് നമുക്ക് ചീസും ഷെഡറും ഇട്ട് കൊടുക്കാമേ. നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്താൽ മതി. ഓക്കെ, നമുക്കിനി ഒരു 5 to 10 മിനിറ്റ്സ് ഇത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല മീതിന് നല്ല ക്രിസ്പി ആയിട്ട് വരുന്നിട്ടുണ്ട്. ഇത് കട്ട് ചെയ്ത് നമുക്കൊരു ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല യമ്മി ആയിട്ടുള്ള ടേസ്റ്റാണ്. പിള്ളേർക്കൊക്കെ കൂടുതൽ ഇത് ഇഷ്ടപ്പെടുമേ.
അതിൻ്റെ ചീസൊക്കെ നന്നായി വലിഞ്ഞ് വരുന്നുണ്ട്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്, പിന്നെ ബെല്ലടിക്കാൻ മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ